വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 4, 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിന്റെ ഭവനത്തിൽ അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി. ശിമയോന്റെ അമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു. അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുക്കൾ വിട്ടുപോയി. അവൻ അവയെ ശാസിച്ചു. ഞാൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നത് കൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല. സിനഗോഗിൽ പ്രസംഗിക്കുന്നു. പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലേക്കും ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. യേശുവിന്റെ ഒരു ദിവസത്തെ ദിനചര്യ. സുവിശേഷകനായ വിശുദ്ധ ലൂക്ക യേശുവിന്റെ ഒരു ദിവസത്തെ ദിനചര്യ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷം എന്ന രീതിയിൽ നമ്മുടെ മുമ്പിലെ അവതരിപ്പിക്കുന്നത്. പ്രഭാതത്തിൽ തന്നെ യേശു പ്രാർത്ഥനയ്ക്കായി അടുത്തുള്ള സിനഗോഗിൽ പോകുന്നു. സിനഗോഗിലെ പ്രാർത്ഥനയും അതിന് ശേഷമുള്ള പ്രാർത്ഥനാ സമ്മേളനത്തിനും ശേഷം നാട്ടുകാരായ ചിലർ യേശുവിനെ സമീപിച്ച് ഒരു കാര്യം ഉണർത്തിക്കുന്നു. യേശുവിന്റെ തന്നെ ശിഷ്യപ്രമുഖനായിട്ടുള്ള പത്രോസിന്റെ ഭാര്യ വീട് ആ സിനഗോഗിന്റെ അടുത്താണ്. ആ വീട്ടിൽ പത്രോസിന്റെ അമ്മായിയമ്മ പനി മൂലം അവശനിലയിൽ കിടക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. അതുകൊണ്ട് ആ നാട്ടുകാരായിട്ടുള്ള ചിലർ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും രോഗിയെ സന്ദർശിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. യേശു അവരുടെ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. രോഗിയായി കിടക്കുന്ന വല്യമ്മയെ യേശു കാരുണ്യത്തോടുകൂടെ തന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അസുഖത്തിൽ നിന്ന് സൗഖ്യം നൽകുന്നു. ആ വല്യമ്മ യേശുവിനോടുള്ള നന്ദിയും സ്നേഹവും കാണിക്കുന്നതിനു വേണ്ടി കൂടെ ഒരു സൽക്കാരം യേശുവിനും ശിഷ്യന്മാർക്കുമായിട്ട് തയ്യാറാക്കുന്നു. യേശു ആ സൽക്കാരം സ്വീകരിക്കുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ തന്നെ വളരെ അടുത്തുള്ള പ്രദേശത്തിൽ നിന്നൊക്കെ ആളുകൾ യേശു ആ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്കായിട്ട് ഒഴുകാൻ തുടങ്ങി. പലതരത്തിലുള്ള രോഗികളുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകൾ യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. യേശു അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും വിഷമങ്ങളും രോഗങ്ങളും മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിച്ചു. രോഗങ്ങളിൽ നിന്ന് ശാന്തി പ്രദാനം ചെയ്തുകൊണ്ടും അവരുടെ ഇടയിൽ അങ്ങനെ പ്രവർത്തന നിരതമാകുക. വളരെ തിരക്കുള്ളൊരു സമയമായി യേശുവിന് അത്. സമയം പോയത് അറിഞ്ഞില്ല എന്ന രീതിയിലാണ് യേശുവിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. രാത്രിയുടെ നീണ്ട യാമങ്ങളിൽ പോലും വളരെ അകലിൽ നിന്ന് പോലും ആളുകൾ യേശുവിനെ അന്വേഷിച്ച് അവിടെ എത്തിക്കൊണ്ടിരുന്നു. അതിൽ പലതരത്തിലുള്ള രോഗികളുണ്ട്. പിശാച് ബാധിതരായിട്ടുള്ള ആളുകളെ യേശുവിനെ തിരിച്ചറിഞ്ഞ് അങ്ങനെ യേശുവിനെ നമസ്കരിക്കുന്ന രംഗം യേശു കർശനമായിട്ട് മുടക്കുന്ന രീതി പോലും നമുക്ക് അവിടെ കാണാൻ ആവുന്നതാണ്. അങ്ങനെ യേശു ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തന നിരതമായി കഴിഞ്ഞതിന് ശേഷം പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വിജന പ്രദേശത്തേക്ക് വിരമിക്കുകയാണ്. ആ
വിദിന പ്രദേശത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് പോയ യേശുവിനെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് യേശുവിനെ ഒരു തരത്തിലും അവിടെ ആ നാട്ടിൽ നിന്ന് പെട്ടെന്ന് പോകാൻ അനുവദിക്കാത്ത രീതിയിൽ ജനങ്ങള് യേശുവിന്റെ അടുത്ത് സമീപിക്കുന്നു. അങ്ങനെ സമീപിക്കുന്ന ജനങ്ങളോട് യേശു ആശ്വസിപ്പിച്ചുകൊണ്ട് തന്റെ പ്രവർത്തനങ്ങള് വീണ്ടും മറ്റു പ്രദേശങ്ങളിൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട് എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് യേശു സ്ഥലം വിടുകയാണ്. പ്രാർത്ഥനയിൽ കൂടി ആരംഭിച്ച 24 മണിക്കൂർ നീണ്ട ദിനചര്യ പ്രാർത്ഥനകൾ കൂടി തന്നെ അവസാനിപ്പിക്കുന്ന ഒരു ദിവസത്തെയാണ് വിശുദ്ധ ലൂക്ക നമ്മുടെ മുമ്പിൽ സുവിശേഷമായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ 24 മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തന നിരതമാകുന്ന യേശുവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന സുവിശേഷകൻ നമുക്ക് ഒരു മാതൃകയും ഒരു വെല്ലുവിളിയുമായിട്ട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്.